ഞങ്ങളുടെ 2-day ട്രിപ്പ് ടു ട്രിവാൻഡ്രത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറയാൻ പോകുന്നത് മാജിക് പ്ലാനറ്റ് ആയിരിക്കും കേട്ടോ. ബാക്കി 2 സ്ഥലങ്ങളും നല്ലതല്ല എന്നല്ല കേട്ടോ. മൺട്രോത്തുരുത്താണെങ്കിലും ജഡായിപ്പാറയാണെങ്കിലും എല്ലാം നമുക്കൊരു എക്സൈറ്റ്മെൻറ്റും ഫാസിനേഷനും ഒക്കെ തോന്നുന്ന സ്ഥലമാണെങ്കിലും ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണെന്ന് നമുക്ക് കാണിച്ചു തരും. അത് മാത്രമല്ല, നമുക്ക് സൊസൈറ്റിയോടുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ചിലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ചെയ്യുന്ന ചെറിയ കുറുമ്പ് പോലും നമുക്ക് അതൊന്ന് ഫൊർഗീവ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഒരു അമ്മയായിട്ട് എനിക്കും ചില സമയത്തൊക്കെ നമ്മുടെ കൺട്രോൾ വിട്ട് പോകാറുണ്ട്. പക്ഷേ അവരൊക്കെ എത്ര പേഷ്യൻസോട് കൂടിയിട്ടാണ് മക്കളെ ട്രെയിൻ ചെയ്യുന്നതും അമ്മമാർ മക്കളുടെ കൂടെ നിന്ന് അവർക്ക് മെൻ്റലി ഇമോഷണലി എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ശ്രീ ഗോപിനാഥ് പുതുക്കാട് സാറിൻ്റെ അസിസ്റ്റൻസിൽ എത്ര നന്നായിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത് ഓരോന്നും. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് അറിയാതെ തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും ശരിക്കും. അത്രയും ഹാപ്പിനെസ്സാണ് അവരുടെ ഓരോരുത്തരുടെയും ഫേസിൽ നമ്മൾ കണ്ടതെന്ന്. അപ്പോൾ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെ ഞാൻ പറയും മാജിക് പ്ലാനറ്റ്. വർത്ത് വാച്ചിങ് ആണ്. 10 to 5 ആണ് അവരുടെ ടൈമിങ്. മൺഡേ ഓഫും ആണ് കേട്ടോ. ഇവിടെ ഒരു നല്ലൊരു മിഷൻ, അവരുടെ ഒരു മോട്ടോ ഒക്കെ ഭയങ്കര സ്പെഷ്യലാണ്. സ്റ്റെപ്പ് ഇൻ ആസ് എ ചൈൽഡ്, സ്റ്റെപ്പ് ഔട്ട് ആസ് എ ജീനിയസ് എന്നാണ് അവരിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അവരുടെ മോട്ടോ ആയിട്ട് അവർ പറയുന്നത് തന്നെ മാജിക് വിത്ത് മിഷൻ എന്നാണ്. നമ്മൾ പോകുന്നതിന് മുന്നേ അവർ ഫോൺ ചെയ്ത് ബുക്ക് ചെയ്യണം നമ്മൾ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്, ഒരു ഇനോഗ്രൽ സെറിമണി പോലെ ഒരു ചെറിയൊരു പെർഫോമൻസ് ഒക്കെ ആയിട്ട് കുറച്ച് മ്യൂസീഷ്യൻസ് ഒക്കെ വന്ന് കുറച്ച് പെർഫോമൻസസ് ഒക്കെ കാണിച്ച് നമ്മളിങ്ങനെ ഓരോരോ സ്റ്റേജ് ആയിട്ടാണ് പോകുന്നത്. ഒരു ഗൈഡഡ് ടൂർ പോലെയാണ് കേട്ടോ പോകുന്നത്. 1996 ശ്രീ മുതുകാട് സാർ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് മാജിക് അക്കാഡമി. പക്ഷേ മാജിക് പ്ലാനറ്റ് എന്ന് ഇന്ന് നമ്മൾ കാണുന്ന പോലെ സ്റ്റാർട്ട് ചെയ്ത് അവർ ഒഫീഷ്യലി പബ്ലിക്കിനെ വെൽക്കം ചെയ്തത് 2014 അവരുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് തന്നെ മാജിക് വിത്ത് മിഷൻ എന്നാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വേൾഡ്സ് ഫസ്റ്റ് മാജിക് തീം പാർക്കുമാണ്. ആൻഡ് ദാറ്റ് ഈസ് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു എംപവർ ചിൽഡ്രൻ വിത്ത് ഡൈവേഴ്സ് എബിലിറ്റീസ്. ഇനോഗ്രൽ സെറിമണി കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ടണൽ പോലെ തോന്നിക്കുന്നത് ഒരു കേവിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടണലിൽ കൂടെയാണ് നമ്മൾ കൊണ്ടുപോയത്. അപ്പോൾ അതിൽ മാജിക് എങ്ങനെയാണ് ഗ്രാജുവലി ഇവോൾവ് ചെയ്ത് വന്നതെന്ന്, മാജിക്കിൻ്റെ മിഷൻ എന്താണ്, പണ്ട് എങ്ങനെയായിരുന്നു, പണ്ടത്തെ സ്ട്രീറ്റ് ആർട്ടിസ്റ്റൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിരുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഇവിടെ പണ്ടത്തെ സ്ട്രീറ്റ് ഫോംസ് ആയിട്ടുള്ള ഇന്ത്യൻ മാംഗോ മിസ്റ്ററി, ഇന്ത്യൻ ബാസ്ക്കറ്റ് ട്രിക്ക്, അങ്ങനെ കുറേ സ്ട്രീറ്റ് ഫോംസ്, മാജിക് ഫോംസ് കാണിച്ചു തരുന്നതാണ് പറഞ്ഞത്. നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഞങ്ങൾക്ക് 4 മണിക്കാണ് തിരിച്ച് നമ്മുടെ ട്രെയിനുള്ളത്. സോ അതിനുള്ളിൽ കാണാൻ പറ്റുന്ന എല്ലാം നമ്മൾ കാണും. ഇത് മൊത്തം ഒരു 1.5 ഏക്കർ ലാൻഡിലാണ് കേട്ടോ ഈ മൊത്തം മാജിക് പ്ലാനറ്റ് ഉള്ളത്. ഫൈനലി നമ്മളെ ഒരു ഡാർക്ക് റൂമിലേക്കാണ് അവർ നമ്മളെ കയറ്റി വിട്ടത്. അവിടെ ഒരു സ്ക്രീനിൽ പെർഫോം മജീഷ്യൻ്റെ നെയിം ആൻഡ് ഡീറ്റെയിൽസ് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. മാജിക് പ്ലാനറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മജീഷ്യൻ്റെ ക്യാരക്ടറാണ് ഈ ഹാരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒബ്വിയസ്ലി ആ ബോക്സിനുള്ള ഹാരി തന്നെയാണെന്ന് നമുക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടായിരുന്നു. ബട്ട് ഇതിൽ ഫൺ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ റാൻഡമായിട്ട് കുറച്ച് പേരുടെ അടുത്ത് കളേഴ്സ് സെലക്ട് ചെയ്യാൻ പറയും. ലൈക്ക് ഫോർ ദ ഹാറ്റ്, ഫോർ ഷൂസ്, അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം എക്സാക്ട്ലി നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്തതാണെങ്കിൽ പോലും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എക്സാക്ട്ലി നമ്മൾ സെലക്ട് ചെയ്ത കളറായിരിക്കും അതിൻ്റെ ഹാറ്റിനും സ്റ്റിക്കിനും എല്ലാം വന്നിട്ടുണ്ടാവുക. അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. മക്കളൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു ടീനേജ് ആൻഡ് അബവ് ഉള്ളവർക്ക് ചില ഷോസ് മാത്രം ചെറിയൊരു ബോറടി തോന്നുമെങ്കിലും ബാക്കി ചില ഷോസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയദർശൻ, പിന്നെ അതുപോലെ ഒരു മുഹമ്മദ് ഷാനു, അലീക്ക, അവരുടെയൊക്കെ ഷോസ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. Hi, good morning. Good morning. The name is Priyadarsan Narayan, കർണാടകയിലാണ്. എന്നിട്ട് ഒരു മിക്സ് കൊടുക്കാം, ലൈക്ക് ദിസ്, യു നോ. അതിന്റെ ഒരാളിനോട് ഞാൻ ചോദിക്കും, where could the ball be? എവിടെയായിരിക്കും ബോൾ ഉണ്ടാവണേ? അവിടെ തന്നെയാണ്. അപ്പൊ നെക്സ്റ്റ് ടൈം ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്, ഓക്കേ? I'll just play with the ball. Richard, ഏത് ഗ്രേഡിലാണ് പഠിക്കുന്നത്? Grade 5. ഓക്കേ, സീരിയസ് ആണ് കേട്ടോ പുള്ളിക്കാരൻ. പക്ഷെ എനിക്ക് അറിയാത്ത എന്താ കാര്യം വെച്ചാൽ റിച്ചർഡ് ഹെവി എന്തിനാണ് ഈ ബോൾ കേൾക്കുന്നത്? നോ, I do not have a degree. At least he ball. You are a ball. Look.
നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇതിന് രണ്ടാക്കിയിട്ട് കേട്ടോ. bring your hand like this, Richard. Perfect. കൈനെ stretch ആക്കി പിടിക്കണം. Look, ഒരു ബോളിനെ എടുത്തിട്ട് just place them in some hand, okay? The same thing with the second ball. ആ second ball എടുത്തിട്ട് ഞാൻ റിച്ചർഡിന്റെ കൈ കൊടുക്കുന്ന ഫിഷ് ആക്കി പിടിച്ചിട്ട് hold it tightly, squeeze them up. കൈ തുറക്ക്, ഒരു കൈ മതി. Okay? കേട്ടോ? Rotate your hand. Perfect. Richard. Yeah. Serious ആണ്. Look people. ഒരു വിരലുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ടച്ച് കൊടുക്കാം. And the same with your hand also. Did you feel anything? No, No? I did not feel anything. I just heard the sound. Only the sound. Yeah. പണി കിട്ടി. Okay, ആ ബോൾ അവിടെ വെച്ച്. Next time same thing നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. And I ask the same question. That time you should say like magic for me. Okay. എടുക്കാം ആ ബോൾ എടുത്ത് ഞാൻ എൻ്റെ കൈ കൊടുക്കാം. സെക്കൻഡ് ബോൾ വെച്ചിട്ട് I'll just pass them to you. ഒന്ന് ടൈറ്റ് ആക്കി പിടിക്കാൻ തിരിച്ചു വിട്ടോ. Perfect. Like one touch onto my hand. അല്ല ഞാൻ കൊടുത്താം. ഡയലോഗ് മറക്കാതിരുന്നാൽ മതി. Okay. Second touch onto yours, Richard. I felt some magic. ഞാൻ ചോദിച്ചില്ല, ചോദിക്കുമ്പോൾ look at the audience, look at the audience. Did you feel anything? Yeah, I felt magic. That's the dialogue. പഠിപ്പിച്ച് കൊടുത്തെന്ന് പറയില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. It happens. Like എൻ്റെ കയ്യിൽ ബോൾ പോയി പതുക്കെ rotate your hand and that simple lie can make something, you know. Open it. 2 minus 1. 2 minus 1 is 1. 2 minus 1 is 1. No, you got a doubt there, right? No. ഇല്ലേ? The audience 2 minus 1 എത്രയാ? 1. Yeah. So like next time it will be like 3. Oh, very good. Just one card പൊട്ടെ കേട്ടോ. Just pull out one card. Perfect. Change ചെയ്യണേ change ചെയ്യാം കേട്ടോ. I'll just give it 10 seconds for you. Meanwhile, next one ഇതിൽ പിടിച്ച ഈ ഗ്ലാസ് നോക്കിയേ. ഒറിജിനൽ അല്ലേ? എവിടെയെങ്കിലും ഹോൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ തരില്ല കേട്ടോ. അത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഈ ഒരു കാർഡിൽ ഞാൻ പേപ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡോണ്ട് ഓപ്പൺ ദാറ്റ് കാർഡ്. അതിനകത്തൊക്കെ ഡ്രോപ്പ് ചെയ്യാം. അതിന്റെ അകത്തേക്ക് നമ്മൾ മനസ്സിലാവുമല്ലോ. വേണമെങ്കിൽ എല്ലാവരും കാണുന്ന രീതിയിൽ ഇതാ ഈ ടേബിളിന്റെ മുകളിൽ തന്നെ ഇവിടെ വെക്കാം. Yeah. Once again back to you my friend. അത് നോക്കിക്കൊണ്ടിരുന്നോ. ഞാൻ മോന്റെ പെർമിഷൻ ഇല്ലാതെ എടുക്കില്ല. കാണിക്കോ. ബാക്കി എൻ്റെ കയ്യിൽ കേട്ടോ. ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ? 6 of spades എന്ന് പറഞ്ഞൊരു കാർഡാണ്. പക്ഷെ നമുക്ക് ഏകദേശം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് റൈറ്റ് യുവർ നെയിം. നമ്മുടെ പേര് ഒന്ന് വലുതായിട്ട് എഴുതാൻ പറ്റുമോ? അല്ല മാമിന്റെ സിഗ്നേച്ചർ ആണ്. എനിക്ക് ഫോർജറി ചെയ്യാൻ പറ്റില്ല. ഓഡിയൻസ് ഇതാണ് കാർഡ്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. Yes. ചെറിയ ഷഫിൾ ഒക്കെ കൊടുക്കാം. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് മൈ ഷഫിൾ. ഓക്കെ പെർഫെക്റ്റ്. എന്നിട്ട് ടേബിൾ നമ്മൾ നോക്കാം. ഒരാളെ സെലക്ട് ചെയ്ത് നോക്കട്ടെ. നമ്പർ എനിക്കൊരു നമ്പറിന്റെ ആവശ്യമുണ്ട്. ലൈക്ക് കാർഡ് ഓർമ്മയുണ്ടോ? കണ്ടാർന്നോ? ഓക്കെ. നമ്പർ ഇൻ ബിറ്റ്വീൻ ലൈക്ക് 1 and 5. ഒന്നിന്റെയും അഞ്ചിന്റെയും അടുത്ത് വരുന്ന ഏത് നമ്പർ പറഞ്ഞ് കേൾക്കട്ടെ. 4. ചേഞ്ച് ചെയ്യാം കേട്ടോ. ലൈക്ക് 2 ഉണ്ട് അവിടെ. വേണ്ട 4 എന്നാ മതി. ഷോ പെർഫെക്റ്റ്. മാമിന്റെ മനസ്സിൽ തോന്നിയ നമ്പർ ആണോ അല്ലേ? മാമിന്റെ ശരി ഇത് മൊത്തം ഒന്ന് കയ്യിലേക്ക് എടുത്തിട്ട് മുകളിൽ നിന്ന് ഒരു കാർഡ് പതുക്കെ എഴുതി നോക്കണം. സ്ലോലി കേട്ടോ. ഒന്ന് വിളിച്ചോളൂ. 1 2 3. വെയിറ്റ് 3 മതിയോ? 4 മതി. ഫോർത്ത് കാർഡ് എടുത്തിട്ട് എല്ലാവരും ഒന്ന് കാട്ടാം. ഷോ ടു ദി ഓഡിയൻസ്. ആൻഡ് റിമൈനിങ് ഷോ ടു ദി ഓഡിയൻസ്. 6 is 5. ഒന്നിന്റെയും 10ന്റെയും നടുക്ക് ഏത് നമ്പർ ആണ് കേൾക്കട്ടെ? 8. ഓക്കെ സെയിം തിങ് ആണ്. ഒന്നും കൂടെ എടുക്കുന്നു. ഫ്രഷ് അപ്പ് ആയിട്ട് പതുക്കെ എണ്ണിക്കൊണ്ട് പോകണം കേട്ടോ. പതുക്കെ 8 മതിയോ? ഓഡിയൻസ് നേരെ ഫേസ് ചെയ്യാം. ആ 8 കാർഡ് എടുത്തിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് കാട്ടിക്കോളൂ. ഷോ ടു ദി ഓഡിയൻസ്. അവരെല്ലാവരും കണ്ടോട്ടെ. ഫോർ എക്സാമ്പിൾ ഇതാ ഈ ഒരു 2 of diamonds എടുക്കാം. അതിനെടുത്തിട്ട് ഞാൻ ഫോൾഡ് ആക്കിയിട്ട് മാമിന്റെ കയ്യിലേക്ക് ഒന്ന് തരാം. ജസ്റ്റ് ഫോൾഡ് ദം റിയൽ ഹാർട്ട് നിന്ന് ടൈറ്റ് ചെയ്ത് വിട്ടേ. ആൻഡ് നൗ ക്ലോസ് യുവർ ഐസ്. സൈൻ ചെയ്ത കാർഡില്ലേ 2 of diamonds അല്ല, സൈൻ ചെയ്ത കാർഡ് ഒന്ന് ഇമാജിൻ ചെയ്തേ. ഞാൻ കൈ ഇങ്ങനെ കുറച്ചും കൂടി സ്ട്രെച്ച് ആക്കി പിടിക്കാം. പെർഫെക്റ്റ്. ഓപ്പൺ യുവർ ഐസ്. പതുക്കെ ആ കാർഡിലേക്ക് ഒന്ന് ഊതിക്കുന്നു. 2 diamond ആയിരുന്നു. 6 is spade ആവുമോ നോക്കാം. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം എന്നാ ഓപ്പൺ പറ്റും. ഈ കാർഡ് എനിക്ക് അവിടെ തന്നെ ഫിക്സ്ഡ് ആണ്. ഇത് ഇനി നമുക്ക് എടുത്ത് കളയണമെങ്കിൽ വി നീഡ് ടു പീൽ ഓഫ് ദ സ്കിൻ. അതും അല്ലെങ്കിൽ തുപ്പിയിട്ടൊക്കെ റബ് ചെയ്യേണ്ടി വരും. വിച്ച് ഇസ് റിയലി അനോയിങ്. പക്ഷെ മാം അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നു. മാമിന്റെ കാർഡ് ഒന്ന് ടൈറ്റ് ആയിട്ട് കടിച്ചു പിടിച്ച് നോക്കട്ടെ. കടിച്ചു പിടിച്ചോ. റിയൽ ഹാർട്ട്. കഴിക്കാതിരിക്കും. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിലർ കഴിക്കും. Look at the audience. Close your eyes. Alright. Perfect. Can I touch your forehead? Perfect. പേടിക്കില്ലേ? ചെറുതായിട്ട് ഡിസീനസ് ഒക്കെ തോന്നും. പെട്ടെന്ന് തലകറക്കട്ടോ. 2 1. കാർഡ് ഇമാജിൻ ചെയ്യുക. ആ ചെറിയൊരു ഇമാജിനേഷൻ എടുത്തിട്ട് ഈ ക്ലാസ്സിനകത്ത് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. മാം കണ്ണു നോക്കാം. വിത്ത് യുവർ പെർമിഷൻ മൈ ഫ്രണ്ട് ക്ലാസ് എടുത്തോട്ടെ. ആ കാർഡ് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അതിന്റെ ഫോർ യു മൈ ഫ്രണ്ട് അതിന്റെ പിന്നും കൂടെ ഒന്ന് റിമൂവ് ചെയ്യാം. മാം സൈൻ ചെയ്ത കാർഡ് കാരണം കയ്യിലുള്ളത് 6 is spade. ഏകദേശം ആ ഒരു കാർഡ് ഇങ്ങനെയാണ് എന്താണ് പുള്ളിക്കാരെ ആ കാർഡ് ഇപ്പൊ കടിച്ചു തിന്നു. നല്ലൊരു ഇൻട്രാക്റ്റീവ്
സെഷൻ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പോയത് അലീക്കയുടെ സ്ട്രീറ്റ് മാജിക് കാണാനാണ്. ദോഷം പറയരുതല്ലോ, എല്ലാവരും വായും പൊളിച്ചിരുന്നു പോയി. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ സ്ട്രീറ്റ് മാജിക്. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോയാലും നിങ്ങളും കൂടെ എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിത് ഫുൾ ക്യാപ്ചർ ചെയ്തത്. അലീക്ക തുടക്കത്തിൽ തന്നെ സ്നേക് ചാർമറിൻ്റെ പോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് വായിച്ചു തുടങ്ങിയിട്ടോ. എല്ലാവർക്കും ഒരു പേടിയായിരുന്നു, ദൈവമേ പാമ്പെങ്ങനെ വരുമെന്ന്. കുറച്ച് നേരം ഞങ്ങൾ പേടിച്ച് കൈയും കാലൊക്കെ എന്ത് കണ്ടോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന കുട്ടികളൊക്കെ കാലൊക്കെ കയറ്റി വെച്ച് തുടങ്ങി. അത് കാരണം കൊണ്ടോ ഞാനൊരു ചെടി ചട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ചട്ടിയുടെ ഉള്ളിൽ കണ്ട മണ്ണ് മാത്രമേ ഉള്ളൂ. ഒരു ഹോളുണ്ട്, ഇതിന്റെ അടിയിൽ ഒരു ഹോളൊന്നുമില്ല. മാവ് പൊങ്ങി വരാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടില്ല, കണ്ണ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. ഈ ചട്ടി ഇവിടെ ഉണ്ട്. എന്റെ കയ്യിൽ ഒരു മാങ്ങടണ്ടി എന്റെ കൈവശം. ഇതേ മാങ്ങടണ്ടി കണ്ടോ കുഴിയിൽ ഞാൻ വെച്ചു. എന്റെ കയ്യിൽ ഒരു കൂട ഉണ്ട്. സാറിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്നുള്ള ഉറപ്പാണോ? കൂടെ ചെക്ക് ചെയ്യണം, കയ്യിൽ വാങ്ങി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഉറപ്പാണല്ലേ? കണ്ടാൽ അറിയാം. ഇതേ കൂടെ കാണുന്ന ഞാൻ മുകളിൽ അടച്ച ശേഷം മകടിയിൽ ഒരു പാട്ട് ഊതി കൂടെ മെല്ലെ പൊക്കിയാൽ നിങ്ങളുടെ കാഴ്ചയിൽ മാങ്ങടണ്ടി നല്ല തൈലനായിട്ട് ഒരു മാവിലൂടെ കാണാം. ഒരു മാങ്ങടണ്ടി, അതേ മാങ്ങടണ്ടി കണ്ട ഒരു തൈ കാണിച്ചു. അതേ തൈ കാണാൻ ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട്. മകടിയിൽ ഒരു പാട്ട് ഞാൻ ഊതി തുണി മാറ്റി കൂടെ ഞാൻ നല്ല പൊക്കിയാൽ വലുത് പ്രതീക്ഷിക്കരുത്, കൂടെ വളരെ ചെറുതാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിക്കണം. കൈയടിക്കണമെന്ന് നല്ല വലുതാണ്, കൈയടിക്കണമെന്ന് ഉത്സാഹം. നല്ല വലുതാവണം, നല്ല വലുതാവണം, നല്ല വലുതാവണം, നല്ല വലുതാവണം. ഓക്കേ, വലുതായി. ഒരുപാട് തൈയും ഒരുപാട് ഇലകളും കാണാം. മഴയുണ്ട് കേട്ടോ. മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന ഒരു മാവിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കൈയടിക്കണം ഉത്സാഹം. നല്ല വലുതാവണം, നല്ല വലുതാവണം, നല്ല വലുതാവണം, നല്ല വലുതാവണം. അത് മതി 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 മതി. ഒരുപാട് വലുതുകളാണ്, കൊണ്ടുപോകാൻ പറ്റില്ലത് കൊണ്ടാണ്. മാങ്ങ ഉറപ്പാണ്, ലാസ്റ്റുള്ള ഒറിജിനൽ സാധനം. അതിനൊക്കെ നിങ്ങൾ എത്ര അടുത്തിരുന്നാലും ഞാൻ കാണിക്കും. അഹങ്കാരമല്ല, എനിക്ക് ഇതിനൊക്കെ ഒരു വിശ്വാസമുണ്ടെന്നുള്ള. അലീക്കയുടെ സ്ട്രീറ്റ് മാജിക് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്ററിലോട്ടാട്ടോ. അവിടെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ മക്കളുടെ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഞങ്ങൾ പോകുമ്പോൾ തന്നെ അവരുടെ പാട്ട് കേൾക്കായിരുന്നു. ബേത്തോവൻ എന്നാണ് അവരുടെ ആർട്ട് സെൻറ്ററിന് പേര് കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നപ്പം ഒരു ചേച്ചി അവിടെ ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പുള്ളിക്കാരി പറയുമായിരുന്നു, ഒരു കൊച്ചിനെ അവിടെ അഡ്മിഷൻ എടുത്ത സമയത്ത് അമ്മ എന്ന് പോലും വിളിക്കാൻ പറ്റാതിരുന്ന ആ മോൻ ഇപ്പം കരോക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് പാട്ട് പാടുന്നതാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കേട്ടത്. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്യൂ നമ്മുടെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള മക്കളുടെ പെർഫോമൻസസ്. ഇന്ന് ആ അമൽ 100-ലധികം ഗാനങ്ങൾ കരോക്കേക്ക് അനുസരിച്ച് ഒരു തെറ്റുപോലും വരുത്താതെ പാടുന്നു എന്നതാണ് അമലിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് അമലിൻ്റെ ഒരു പാട്ട് ആസ്വദിക്കാം. Good.
ബെത്തോവൻ ആർട്ട് സെൻറ്റർ കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഡാൻസ് ഫോംസ് കാണാനായിരുന്നു. പാട്ടിൽ മാത്രമല്ല നൃത്തകലയിലും ഞങ്ങളുടെ ചുവടുകൾ പതിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ മക്കൾ അവിടെ മുന്നേറിക്കൊണ്ടിരുന്നിരുന്നത്. നന്നായിട്ട് ഡാൻസ് കളിക്കുവാനും പാട്ട് പാടുവാനും എല്ലാത്തിനുമുള്ള പ്രോപ്പർ ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ ഈ പാട്ടോടുകൂടി ഡാൻസ് റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ വീഡിയോന് കോപ്പിറൈറ്റ് ക്ലെയിം വന്നതുകൊണ്ട് മാത്രം പാട്ട് റേസ് ചെയ്യുന്നേ ഉള്ളൂ. ചെന്നൈ സെന്തമിഴ് എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു തമിഴ് ഗാനം വെച്ചിട്ടാണ് അവർ ഡാൻസ് ചെയ്തത് കേട്ടോ. അവരുടെ പെർഫോമൻസുകൾ കണ്ടിറങ്ങി ഓരോരുത്തരുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വികാരം ഒന്നും മാത്രമായിരിക്കും. നമുക്കില്ലാത്ത കഴിവിനെ ഓർത്ത് കരയാതെ നമുക്കുള്ള കഴിവിനെ പരിപോഷിപ്പിക്കുന്നതിലാണ് നമ്മുടെ ജീവിത വിജയം എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലായിരുന്നു അവരുടെ ഓരോ പെർഫോമൻസും. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നത് വേറെ കുറച്ച് നല്ല മക്കളുടെ പെർഫോമൻസസ് കാണാനായിരുന്നു. മാജിക് ഷോസും അവരുടെ ആ ഒരു ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയാട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു കേവിൻ്റെ ഒക്കെ ഒരു ഡിസൈനിലാണ് അവരെല്ലാം ചെയ്തിരുന്നത്. തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് തന്നെ ഈ പഞ്ചവാദി ശിങ്കാരിമേളം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അവിടെ മക്കൾ അതിൽ ഇൻവോൾവായിട്ട് അത്രയും എൻജോയ് ചെയ്തിട്ടാണ് അവർ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഇവരുടെ പെർഫോമൻസ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ കരിസ്മ എന്ന് പറഞ്ഞൊരു ഹാളിലോട്ടാണ് പോയത്. അവിടെ അവരുടെ പെയിൻറ്റിങ്സ് എല്ലാം ബ്യൂട്ടിഫുള്ളി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അവർക്ക് ബെഡ്റൂം എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, വാഷ്റൂം എങ്ങനെ ക്ലീൻ ചെയ്യണം, അതിനുള്ള എല്ലാത്തിനുള്ള പ്രോപ്പർ ട്രെയിനിങ്, പിന്നെ കമ്പ്യൂട്ടറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ വർക്ക്സ് അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്ന് വീഡിയോ കുറച്ചൊക്കെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ അതിൽ ഇൻവോൾവ് ആയ കാരണം വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. ഈ എല്ലാ പെയിൻറ്റിങ്സും ഇവർ ഓരോ മക്കളും ചെയ്തിട്ടുള്ളതാട്ടോ. അത്രയും പെർഫെക്ഷനാണ് ഓരോ പെയിൻറ്റിങ്ങിനും. ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിക്കും അവിടെ കുറച്ച് മക്കൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ആക്ച്വലി ഈ പെയിൻറ്റിങ്സ് കണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയപ്പം എടുക്കാൻ വിട്ടുപോയതാട്ടോ. അവരുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോർഡ് ചെയ്തത് ഗോകുലം എക്സ്പ്രസ്സിലാണ്. ഇത് നമ്മുടെ ഫിയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റൈഡാണ് കേട്ടോ. ലൈക്ക് നാച്ചുറൽ ഫിനോമിനൻസ് ലൈക്ക് തണ്ടർ, റെയിനിങ്, പിന്നെ അതുപോലെ മരം വീഴുന്നത്, അങ്ങനത്തെയൊക്കെ നമുക്ക് പേടി മാറ്റാനുള്ളൊരു റൈഡാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കേട്ടോ. ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളാണ് ഈ യാത്രയിലൂടെ നിങ്ങൾ അറിയാൻ പോകുന്നത്. ഇപ്പോ ഈ ട്രെയിൻ നിൽക്കുന്നത് ഭൂമിയിൽ നിന്നൊരു 20 അടി ഉയരത്തിലാണ്. ഒരു ടണലിൽ കൂടെയാണ് നമ്മൾ ആക്ച്വലി ഈ ട്രെയിൻ പോകുന്നത്. അതിൽ കുറേ ഫിനോമിനൻസ് നമുക്ക് കാണാൻ പറ്റും. വെള്ളത്തിനോടുള്ള പേടി, ഗോസ്റ്റിനോടുള്ള പേടി, ഇരുട്ടിനെ പേടി, അങ്ങനെയുള്ള കുറേ ഫിയർ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു റൈഡാണത്. പേടിച്ചു പോയോ? ശബ്ദത്തെ പേടി, നിശബ്ദതയെ പേടി, ഉയരത്തെ പേടി, താഴ്ചയെ പേടി, ഇരുട്ടിനെ പേടി, കുട്ടിക്കാലത്തെ കഥകളിൽ കേട്ട ഭൂതത്തെ പേടി, അങ്ങനെ ചുറ്റും ഉള്ളതിനെയും ഇല്ലാത്തതിനെയും ഒക്കെ പേടിയാണ് നമുക്ക്, അല്ലെ? നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന്? ഭയം എന്ന വികാരമാണ് അത്. അടുത്ത വ്യക്തിയിലേക്ക്. വലിയ കുഴപ്പമൊന്നുമില്ല. ശരിക്കും മഴയാണ്. But it looks so real. അവിടെ ഷോ കഴിഞ്ഞ് അവിടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. മക്കളുണ്ടാക്കിയ കുറേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിയായിരുന്നു. പിന്നെ പോകുന്ന വഴിയിൽ ഫുള്ള് ഗാർഡൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത് അവിടെ പഠിക്കുന്ന മക്കൾ തന്നെയാണ് കേട്ടോ. അവിടെ പഠിക്കുന്ന മക്കൾക്ക് അവിടെ തന്നെ കുറേ ജോബ് വേക്കൻസീസും ഉണ്ട്. അതുപോലെ തന്നെ കുറേ ഗെയിംസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ വെച്ച് മുതുകാട് സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റി നമുക്ക്. അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു. അത് കഴിഞ്ഞ് മുഹമ്മദ് ഷാനുവിൻ്റെ ഷോയും കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ക്യാപിറ്റൽ സിറ്റിയോട് വിട പറഞ്ഞത്.